നാളികേര ഉൽപാദനത്തിൽ വർധനവും ഗുണമേന്മയും ഉറപ്പുവരുത്താൻ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുകയാണ് പൊന്നാനി നഗരസഭ. ഗുണമേന്മയുള്ള നാളികേരം ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിലുള്ള വില കർഷകന് കിട്ടുകയും അത് കർഷകർക്കും നാടിനും സാമ്പത്തിക ഗുണം ചെയ്യുന്നു എന്ന തിരിച്ചറിവാണ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കാൻ പ്രചോദനമായത്. ഉൽപാദനശേഷി നഷ്ടപ്പെട്ട തെങ്ങുകൾ വെട്ടിമാറ്റി നിലവാരമുള്ള തെങ്ങിൻ തൈകൾ വെച്ച് പിടിപ്പിക്കുക, ആവശ്യത്തിന് ജൈവവളം നൽകി കൃഷിയെ പരിപോഷിപ്പിക്കുക, 50% സബ്സിഡി നിരക്കിൽ മോട്ടോർ പമ്പ് സെറ്റുകൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം തെയ്യങ്ങാട് LP സ്കൂളിൽ പി നന്ദകുമാർ MLA നിർവഹിച്ചു. വിളയുന്ന നാട് ഇങ്ങനെ കേരളത്തിന്റെ പേര് വരാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കഥകളും രചിക്കുന്നതിനും അടിസ്ഥാനപരമായിട്ട് നാളികേരത്തിന്റെ കേരളത്തിന്റെ ഒന്നാണ് നാട് എന്നായിരിക്കാം. പക്ഷെ ഇപ്പോ നമുക്കത് അഭിമാനിക്കാൻ കഴിയുമോ എന്നത് സംശയമുണ്ട്. കേരളത്തെക്കാളും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ നാളികേരം ഉൽപ്പാദിപ്പിക്കൽ മാത്രമല്ല, നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിതമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മളെക്കാട്ടിൽ കൂടുതൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളാണ്. തമിഴ്നാടൊക്കെ അതിൻ്റെ മുൻപന്തിയിലാണ്. കേരളത്തിൻ്റെ ആണ് നാളികേരത്തിൻ്റെ പ്രധാന കേന്ദ്രം, ഉത്ഭവ കേന്ദ്രം എന്നൊക്കെ പറയാമെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നാളികേരമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാളികേര ഉൽപ്പന്നങ്ങൾ മത്സരിക്കേണ്ടത് ലോകത്തിൻ്റെ പല വിപണികളുമായിട്ടുമാണ്. ആ മത്സരശേഷിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നാളികേരത്തിന് ന്യായമായ വില ലഭിക്കുക. ഇപ്പോൾ നാളികേരത്തിന് അത്യാവശ്യം ന്യായമായ വില ലഭ്യമാവുന്ന ഒരു കാലഘട്ടമാണ്. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK മഷൂദ്, റീന പ്രകാശൻ, ഷനിൽകുമാർ, കൌൺസിലർമാരായ സുരഭി, ജിതിൻ C, കേരഗ്രാമം പദ്ധതി കൺവീനർ രജി ഷൂപ്പാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് വിജീഷ് പദ്ധതി വിശദീകരിച്ചു. കേരള സംസ്ഥാന കാർഷിക വികസനക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൃഷി ഫീൽഡ് ഓഫീസർ ശ്രീകുമാർ സ്വാഗതവും എഴുപത്തിരുത്തി കൃഷി ഓഫീസർ ഐശ്വര്യ നന്ദിയും പറഞ്ഞു.